ആണെങ്കിൽ അത് പ്രശ്നം, അങ്ങനെ എല്ലാം തൊട്ടതെല്ലാം കുറ്റം അല്ല, ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പണ്ട് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് പോലെ ഈ പ്രായമായ മാതാപിതാക്കളെ അവരുടെ വസ്തുവകളെല്ലാം വാങ്ങിയതിനു ശേഷം അവരെ പിന്നീട് അവരെ യാതൊരു തരത്തിലും അവരെ നോക്കാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ അവർ ബാധ്യതയാണെന്ന് കരുതുന്ന ഈ പ്രായത്തിൽ ഇനി എന്തിനാണ് ഇവർ ജീവിക്കുന്നത്, ഇവർക്ക് പോയി ചത്തൂടെ എന്ന് ചിന്തിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരെങ്കിലും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരുപാട് വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല ഞാൻ. പ്രൊഫഷണൽ എക്സ്പീരിയൻസ് വെറും 10 വർഷം അല്ലെങ്കിൽ 11 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരുപാട് ആൾക്കാരെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രായമായ മാതാപിതാക്കളെയും അതുപോലെ തന്നെ കുറച്ച് നിരാരംഭരായ ഒരു സഹായം ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ജീവിതത്തിൽ, നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മറ്റുള്ളവരെ നമ്മളെ കൊണ്ടാവുന്നത് പോലെ സഹായിക്കുക, നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ല വലിയ വലിയ സഹായങ്ങളോ വലിയ സാമ്പത്തിക സഹായങ്ങളോ എന്നും ചെയ്യാനുള്ള ഒരു അവസ്ഥ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഈ ചുറ്റുവട്ടത്തുള്ളവർക്ക്, സഹായം വേണ്ടവർക്ക് നമ്മൾ ചെയ്തു കൊടുത്താൽ അതേ ഉള്ളൂ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് സഹായിക്കാൻ കഴിയുന്ന ഒരാൾക്കാരെ പരമാവധി ഏതെങ്കിലുമൊക്കെ രീതിയിൽ സഹായിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. നമ്മൾ നാളെ ജീവിച്ചിരിക്കുന്ന ഒരു ഉറപ്പുമില്ലാത്ത മനുഷ്യരാണ് അല്ലേ. കോവിഡ് വന്നു, എത്രയോ ആൾക്കാർ മരിച്ചു. നമ്മൾ പല ബന്ധുക്കളും സഹോദരങ്ങളെ മരിച്ചിട്ടുണ്ട്, അച്ഛൻ മരിച്ചിട്ടുണ്ട്, അമ്മ മരിച്ചിട്ടുണ്ട്, ഭാര്യ മരിച്ചിട്ടുണ്ട്, ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പരസ്പരം കാണാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട യാഥാർത്ഥ്യങ്ങളാണ്. അപ്പം നമ്മൾ അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ട് വേണം നമ്മൾ മറ്റുള്ളവരോട്, പ്രത്യേകിച്ചും മാതാപിതാക്കളോട് നിങ്ങൾ കരുണ കാണിച്ചുകൊണ്ട്. കാരണം നമ്മൾ ഇത്ര പ്രായത്തിൽ ഒരു കുഞ്ഞായിട്ട് അവരെ നമ്മളെ വയറ്റിലിട്ടു, നമ്മളെ പ്രസവിച്ചു, വളർത്തി, അച്ഛനാണെങ്കിലും അമ്മയിലും നമ്മളെ താലോലിച്ചു വളർത്തി വലുതാക്കി പഠിപ്പിക്കാൻ കഴിവില്ലെങ്കിൽ പഠിപ്പിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരായിരിക്കാം. പക്ഷെ വിവാഹം കഴിപ്പിച്ച് അവർക്ക് വലിയ സുഖവും തേടിപ്പോയതല്ല, നമ്മൾക്ക് വേണ്ടിയിട്ട് അവർ ജീവിക്കുകയാണ്. ആ ജീവിതത്തിൽ അവസാന കാലഘട്ടം എത്തുമ്പോൾ അവരെ സഹായിക്കാതിരിക്കരുത്, അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് നന്മ ചെയ്യാം. അപ്പൊ ഞാനിത് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യാത്ത ആൾക്കാർക്കെതിരെ നമുക്ക് ഇന്ന് നിയമവ്യവസ്ഥയുണ്ട്. സീനിയർ സിറ്റിസൺസ് ആക്ട് അനുസരിച്ച് അവർ ഏതെങ്കിലും സ്വത്തുവകകൾ ഈ പ്രോപ്പർട്ടീസ് തിരിച്ചു കിട്ടാൻ അവർക്ക് എഴുതി കൊടുത്ത മക്കൾക്കോ മരുമക്കൾക്കോ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വസ്തുക്കൾ തിരിച്ചു കിട്ടാനുള്ള വ്യവസ്ഥ ഇന്ന് നിയമത്തിലുണ്ട്. അതുപോലെ തന്നെ മക്കളെ നോക്കാത്ത പ്രായമായ മാതാപിതാക്കളെ നോക്കാത്ത മക്കൾക്കെതിരെ നിയമ നടപടിക്ക് ഉള്ള ഒരു വ്യവസ്ഥകളുണ്ട് ഇന്ന്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഇതേപോലെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ലീഗൽ സ്റ്റോറി അല്ലെങ്കിൽ ഈ പ്രൊഫഷണൽ എക്സ്പീരിയൻസോട് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അറിവുകൾ, ചെറിയ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും എനിക്ക് സന്തോഷമായി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു ലീഗൽ സ്റ്റോറീസ്